എൻ്റെ പേര് ഷേർലി. ഞാൻ അടൂർ പെരിങ്ങനാട്ടിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളിപ്പോൾ ന്യൂസിലാൻഡിലാണ് സെറ്റിൽ. 9 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ദൈവമാതാവ് കുഞ്ഞിനെ തന്നത്. ഡിസംബർ 22 ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിനൊരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. നേർച്ച വസ്തുക്കളൊക്കെ കിട്ടി. ഞങ്ങളത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ന്യൂസിലാൻഡിൽ പോയി. അവിടെ നിന്ന് ഞാൻ രാവിലെയും വൈകിട്ട് മാതാവിൻ്റെ പ്രാർത്ഥന നടത്തി എണ്ണ തൈലം തൂക്കി പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈ വർഷം മാർച്ച് 14 ദൈവമാതാവ് ഒരു കുഞ്ഞിനെ തന്നു. ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ നാച്ചുറലി ആണ് ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിച്ചത്. അതിൻ്റെ മുമ്പേ ആണെങ്കിൽ ഞങ്ങൾ 5 വർഷം ഒന്നിച്ചുണ്ടായിരുന്നു UAE-യിൽ. 9 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ UAE-യിലായിരുന്നു. ഞാൻ അവിടെ കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഹോസ്പിറ്റലിൽ IVF ഒരു വട്ടം ചെയ്തു, അത് ഫെയിലായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ IUI ചെയ്തായിരുന്നു. പിന്നെ ഞാൻ അവിടെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, കുറേ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ചെയ്തു, പക്ഷേ ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും UAE-ന്ന് തിരിച്ച് വന്ന് ഇന്ത്യയിൽ വന്ന് ഞങ്ങൾ കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഞങ്ങൾ ഫ്രണ്ട്സ് വന്ന ഹോസ്പിറ്റലിലൊക്കെ പോയി ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അവിടെയും ഞങ്ങൾക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്ത IVF ആയിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഡിസംബർ 2022 ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തു. മാതാവിനോട് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇടയ്ക്ക് IVF-ൻ്റെ ഇടയ്ക്ക് ട്രീറ്റ്മെൻറ്റിലാണ് എനിക്ക് ന്യൂസിലാൻഡിൽ വിസ വന്നത്. പോണ്ടി വന്നു എമർജൻസി ആയിട്ട്. അവിടെയാണ് പക്ഷേ ഞങ്ങൾ മാതാവിൻ്റെ തൈലവും പ്രാർത്ഥനയും കണ്ടിന്യൂ ചെയ്തു. അവിടെ ചെന്ന് ട്രീറ്റ്മെൻറ്റ് ഒന്നും ഇല്ലായിരുന്നു. 1 വർഷം കഴിഞ്ഞിട്ട് വരാനിരുന്ന സമയത്ത് ഞങ്ങൾ 1 വർഷം കഴിഞ്ഞിട്ട് IVF കണ്ടിന്യൂ ചെയ്യാം, ട്രീറ്റ്മെൻറ്റ് വരാൻ സമയത്ത് ഞങ്ങൾ ടിക്കറ്റ് എല്ലാം എടുത്തിരിക്കുന്ന സമയത്താണ് എനിക്ക് ദൈവമാതാവ് ഒരു കുഞ്ഞിനെ തന്നെ അനുഗ്രഹിച്ചു. അപ്പോഴാണ് ഞാൻ കൺസീവ് ചെയ്യുന്നത്. ഞങ്ങളത് ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിൽ വരാൻ ഇരിക്കുമായിരുന്നു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി. പക്ഷേ ഞാൻ പ്രാർത്ഥന എല്ലാം കൃത്യമായിട്ട് രാവിലെ വൈകിട്ടും പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി തൈലം നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് മാതാവിൻ്റെ കാശുരൂപം എപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും മാതാവിനോടൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ധ്യാനം കൂടുമായിരുന്നു. എപ്പോൾ സമയം കിട്ടിയാലും അച്ഛൻ്റെ ധ്യാനം കൂടുമായിരുന്നു. അത് കഴിഞ്ഞ് കാരുണ്യ പ്രവൃത്തിയും ഇടയ്ക്കിടയ്ക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ബൈബിൾ കൃത്യമായിട്ട് വായിക്കുമായിരുന്നു. ഇവിടെ ഉടമ്പടി എടുത്ത പ്രകാരം ജീവിക്കാൻ നോക്കിയിട്ടുണ്ട്, ജീവിച്ചിട്ടുണ്ട്. ഞങ്ങൾ ന്യൂസിലാൻഡിൽ പോയി ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇവിടെ വന്ന് ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് ഞങ്ങൾ ടിക്കറ്റും എല്ലാം എടുത്തായിരുന്നു. അപ്പോഴാണ് ഒരാഴ്ച മുമ്പേ ആണ് ഞാൻ കൊച്ചിനെ കൺസീവ് ചെയ്തത്. ദൈവമാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. മാതാവോട് പ്രാർത്ഥിച്ച് കിട്ടിയ കൊച്ചാണ്. ബിക്കോസ് ഞാൻ ഒത്തിരി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. എനിക്ക് ഡോക്ടേഴ്സ് IVF-ൻ്റെ ത്രൂ ഉണ്ടാവത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ മാതാവിനോട് രാവിലെയും വൈകിട്ടും പ്രാർത്ഥിച്ചു. ഉടമ്പടി പ്രകാരം ജീവിതം നയിച്ചു. അത് കഴിഞ്ഞ് കിട്ടിയ കുഞ്ഞാണ്. എല്ലാം മാതാവിനും ഈശോനും നന്ദി തന്ന എല്ലാ അനുഗ്രഹത്തിനും. പ്രഭാഷകൻ 2:5-6 തിരുവചനങ്ങൾ. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. ഷേർലി ജോർജ് എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടും കുഞ്ഞിനോടുമൊപ്പം അമ്മയുടെ തിരുനടയിൽ വലിയ സന്തോഷത്തോടുകൂടി ആനന്ദാശ്രുക്കളോടുകൂടി നന്ദി പറയുകയാണ്. 9 വർഷമായി ദാമ്പത്യ ജീവിതം തുടങ്ങിയിട്ട് ഏറെ ചികിത്സകൾ പല സമയത്തും ചെയ്തിരുന്നു. അതെല്ലാം പരാജയപ്പെട്ട ദമ്പതികളാണ്. അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുത്ത് വിശ്വാസത്തോടെ ഉടമ്പടി ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം ഉദരത്തിൽ പൂശി പ്രാർത്ഥിക്കുകയും അമ്മയുടെ കരങ്ങളിലേക്ക് ദാമ്പത്യ ജീവിതത്തെയും ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള വലിയ നിയോഗത്തെയും സമർപ്പിക്കുകയും ചെയ്തു. കാണുന്ന ഡോക്ടർമാരെല്ലാം IVF മാത്രം നിർദ്ദേശിച്ച സാഹചര്യത്തിലും പിന്നീടും അതുതന്നെ ഓരോരുത്തരും നിർദ്ദേശിച്ചിരുന്ന സാഹചര്യത്തിലും അതിനുവേണ്ടി നാട്ടിലേക്ക് വരണമെന്ന് പലരും പറഞ്ഞുകൊണ്ടിരുന്ന നാളുകളിലാണ് ഉടമ്പടിയിൽ ഈ മക്കളുടെ വിശ്വസ്തതയുള്ള ജീവിതം, വചനത്തിൽ അടിയുറച്ച ജീവിതം, ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതത്തിന് ദൈവം അമ്മ മാതാവിലൂടെ സമ്മാനമായിട്ട് ഈ ഉദരത്തിൽ കുഞ്ഞ് ഉരുവായത് പേർ തിരിച്ചറിയുന്നത്. ഈ ലഭിച്ച ഓരോ നന്മകളെ ഓർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.